ആൽക്കമിസ്റ്റ് ബുക്ക് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പൗലോ കൊയ്ലോ ആണ് ഈ ബുക്ക് എഴുതിയത്. നമ്മളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് മാതൃകയാക്കുവാൻ പറ്റിയ ഒരു ബുക്കാണ് ഈ പറഞ്ഞ ആൽക്കമിസ്റ്റ് ബുക്ക്. അപ്പോൾ ഇത് വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഓൾറെഡി വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ 65 മില്യൺ കോപ്പീസാണ് ഈ ബുക്കിൻ്റെ ഓൾറെഡി സോൾഡ് ആയിട്ടുള്ള കോപ്പീസ് വരുന്നത്. ഇത് മെയിനായിട്ടും ഒരു ആട്ടിടയൻ്റെ കഥയാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ആൽക്കമിസ്റ്റ് ബുക്ക് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിന് മാനിഫെസ്റ്റേഷനായിട്ട് ഒരു റിലേഷനുണ്ട്. അപ്പോൾ സ്പെയിനിലുള്ള ഒരു സാന്റിയാഗോ എന്ന ആട്ടിടയൻ ഈജിപ്തിൽ പിരമിഡിൻ്റെ താഴെ ഒരു നിധി കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് സ്വപ്നം കാണുന്നു. അപ്പോൾ ആ നിധിയിലേക്ക് എത്തുന്ന ഒരു കഥയാണ് ഈ പറഞ്ഞ ആൽക്കമിസ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ ഈ നിധി കണ്ടെത്താൻ പോകുന്ന സമയത്ത് ആ ആട്ടിടയൻ ഒരുപാട് വിഷമങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന സ്റ്റോറി ആണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ബുക്കിലെ ഒരുപാട് കോട്ട്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, പല രീതിയിൽ നമ്മളുടെ കൺമുന്നിൽ എത്തിയിട്ടുണ്ടാവും, പലരും എഡിറ്റ് ചെയ്ത് ക്രിയേറ്റേഴ്സൊക്കെ ആക്കി നമ്മളുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒരു മോട്ടിവേഷൻ്റെയും അതേപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ്റെയും ഒക്കെ കഥയാണ് ഈ ബുക്കിൻ്റെ അകത്ത് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു കോട്ട് ഞാൻ പറയാം. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം നേടണമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ പ്രപഞ്ചം അത് നമുക്ക് നേടിത്തരുവാനുള്ള സന്നാഹങ്ങൾ ഒരുക്കി തരും എന്ന് പറയുന്നുണ്ട് ആ ബുക്കിൽ. അപ്പോൾ അത് തന്നെയാണ് ഒരു തരത്തിൽ മാനിഫെസ്റ്റേഷനിലും അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനിലും സംഭവിക്കുന്നത്. നമ്മളുടെ മൈൻഡ് സെറ്റാണ് എല്ലാത്തിലും വലുത്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു കാര്യം നേടണം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഈ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്കെല്ലാവരും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ഫിയർ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴുള്ളൊരു പേടി. ഈ പേടിയെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. നമ്മളുടെയൊക്കെ ഗ്രേറ്റസ്റ്റ് ഫെയിലിയർ എന്ന് പറയുന്നത് ഈ പേടിയാണ്. അത് മാറ്റിയാൽ തന്നെ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അങ്ങനെ കുറേ അധികം പാഠങ്ങളും ആശയങ്ങളും അടങ്ങിയ ഈ ഒരു പുസ്തകം ഇഷ്ടം പോലെ വായനക്കാരുടെ തന്നെ ലൈഫാണ് മാറ്റിമറിച്ചിട്ടുള്ളത്. ഇത് കേൾക്കുന്ന നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പുതിയൊരു സ്പാർക്ക് വീഴട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനിരിക്കുന്നവരാണെങ്കിലും ഫെയിലിയർ അല്ലെങ്കിൽ ഈ ബിസിനസ് മോശമായി പോകുമോ അല്ലെങ്കിൽ ഈ ബിസിനസ് പൊട്ടിപ്പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നവരായിരിക്കും മെജോറിറ്റി ആൾക്കാരും. അപ്പോൾ ആ ഒരു പേടി നമ്മൾ മാറ്റുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. ജീവിതത്തിൽ വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ ബുക്കൊന്ന് വായിച്ച് നോക്കുക. കൂടുതൽ അറിവുകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.